എല്ലാവർക്കും ബ്ലാക്ക് ബീഡിയിലേക്ക് സ്വാഗതം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ കണ്ണ് ഒത്തിരി ഒരു എന്താ പറയുക പഫി ആയിട്ടിരിക്കുന്നത്, അതായത് ഒത്തിരി വീർത്തിരിക്കുന്നത് കാണാൻ പറ്റുമല്ലേ. അപ്പോൾ എനിക്ക് ഇന്നലെ ചെറുതായിട്ട് തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ കണ്ണ് നമുക്ക് തൂങ്ങി വരുന്നത്, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാണ്ട്, കുറേ മര്യാദയ്ക്ക് വെള്ളം കുടിക്കാണ്ട്, അതേപോലെ തന്നെ മര്യാദയ്ക്ക് ഉറങ്ങാണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കണ്ണിന് ചുറ്റും കരിവാളിപ്പും അതേപോലെ കണ്ണിങ്ങനെ വീർത്തിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളൊരു ബെസ്റ്റ് റെമഡി ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിക്ക് മുന്നായിട്ട് ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പേര് സുവിന. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ പകുതി കുറച്ച് അതിൽ നിന്നുള്ള വെള്ളവും പിന്നെ നല്ല തണുത്ത വെള്ളവും കൂടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. മിക്സപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതല്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ കോട്ടൺ പാഡ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ പാഡ് എടുക്കുക, അതിൽ മുക്കുക, ആ വെള്ളത്തിൽ മുക്കുക. വെള്ളം ഞാനിവിടെ താഴെ വെച്ചേക്കാം, എൻ്റെ കയ്യിൽ കോട്ടൺ പാഡ് ഇല്ല. പക്ഷേ ഇതേപോലത്തെ നല്ലൊരു അടിപൊളി ടവലുണ്ട്, അപ്പോൾ ഇതായാലും മതി. അപ്പോൾ ഇതെടുത്ത് മുക്കി മുക്കാം. ജസ്റ്റ് ഒരു 5 സെക്കൻഡ്, ഒരു 10 സെക്കൻഡ് നമ്മുടെ 2 കണ്ണിലേക്ക് വെക്കാം. ഇതിനകത്തേക്ക് വെള്ളം എന്തിനാ ആഡ് ചെയ്തതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിനകത്ത് എന്താ പറയുക, നമ്മുടെ സിട്രിക് ആസിഡ് ഭയങ്കര ഹാംഫുൾ ആണല്ലോ. ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ലല്ലോ. അത് കാരണം കൊണ്ടാണ് ഇത് വെള്ളമായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. വെള്ളം ഒന്ന് ജസ്റ്റ് എന്താ പറയുക ഡിപ്പ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഇങ്ങനെ ആക്കാനായിട്ട്. ഒരു 5-10 മിനിറ്റ് നമ്മളിങ്ങനെ വെള്ളം ഡിപ്പ് ചെയ്ത്, അതായത് ആ വെള്ളത്തിൻ്റെ തണുപ്പ് മാറണ വരെ നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ വേറൊരു ട്രിക്കാണ്. അത് എന്താണെന്ന് വെച്ചാൽ നല്ല എഫക്റ്റീവാണ് കേട്ടോ. നമ്മുടെ ടീസ്പൂണില്ലേ, ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇതിൻ്റെ ഈ കേർവ് എഡ്ജ് ഉണ്ടല്ലോ, ഈ എഡ്ജ് ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് എന്താ പറയുക, കുറച്ച് നേരം ഒന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. അതിന് ശേഷം ഈ ടീസ്പൂണ് നമുക്ക് കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. പെട്ടെന്ന് നമ്മുടെ കണ്ണിൻ്റെ ആ തൂങ്ങി നിൽക്കുന്നതൊക്കെ നന്നായിട്ട് മാറും. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്, അത് കാരണം കൊണ്ടാണ് പറയുന്നത്. ചെയ്താലും നമ്മൾ കണ്ണിൻ്റെ ഈ പഫിനെസ് ഒന്ന് കുറയ്ക്കാൻ മാത്രമാണ് പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഷിഫ്റ്റൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് നമുക്കിങ്ങനെ വെച്ചാലൊന്നും മാറിയിരിക്കില്ല. അപ്പോൾ നമ്മൾ കുറേ വെള്ളം കുടിക്കണം, നന്നായിട്ട് ഉറങ്ങണം. അതെന്തായാലും ഒന്ന് മനസ്സിൽ വെക്കുക. ഇത് മാത്രം ചെയ്താൽ മാത്രം പോരാ, നന്നായി ഉറങ്ങാൻ വേണം, നന്നായി വെള്ളം കുടിക്കാൻ വേണം. സ്ട്രെസ്സ് കുറയ്ക്കാൻ പറയാനേ പറ്റുള്ളൂ, പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിനനുസരിച്ചിരിക്കുമല്ലോ. എന്തെങ്കിലും ടെൻഷൻസൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നും ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ആ ടെൻഷൻ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കാണ്ട് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്ത് കാര്യമാണോ ആ കാര്യത്തിലോട്ടൊന്ന് നമ്മുടെ മൈൻഡിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് എന്താ പറയുക, നമുക്ക് അതിൽ നിന്നൊന്ന് റിലീഫ് കിട്ടും. അപ്പം ഞാൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് പറയണം. പിന്നെന്താ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.